അത്ര കാര്യത്തിനുള്ള പ്രസക്തി ഉണ്ടോ? രാജ്യത്ത് നടക്കുന്ന ജനങ്ങൾ മുഴുവൻ കാണുന്നില്ലേ? കേന്ദ്ര ഗവൺമെന്റിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി ഏതാണ്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടിയുണ്ടോ? അപ്പോൾ കോൺഗ്രസ് അതിന് ശക്തമായ നിലപാട് പാർലമെന്റിൽ എടുക്കുന്നു, നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. ഞങ്ങൾ നിയമസഭയിൽ പോലും ശക്തമായ നിലപാടെടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെ 10 വർഷം പൂർത്തീകരിക്കുകയാണ്. പല കാര്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദി എന്ന പേര് അത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് നിയമസഭാ രേഖകളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി UPA ഗവൺമെന്റ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാക്കിയ, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയായിരുന്നു. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയം മുതൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് വളരെ ഗൌരവമായി ആലോചിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിയമ ഭേദഗതിയിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയെ ഏറ്റവും വികലമാക്കിക്കൊണ്ട് വരുന്ന ആളുകളിൽ അതിന് ഇല്ലാതാക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമത്തോടുകൂടി നിയമം കൊണ്ടുവന്ന് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് താഴെ തട്ടിലെ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് അനുവദിച്ചിരുന്ന പണത്തിന്റെ വിഹിതം അത് 40% സംസ്ഥാന വിഹിതമായി എടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തിരിക്കുകയാണ്. ഒരു നിയമം കൊണ്ടുവന്ന് 40% ഫണ്ട് ഒരു വലിയ പദ്ധതിയുടെ സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നും മഹാത്മാഗാന്ധി ഇവിടെ നാമധേയം മാറ്റിക്കൊണ്ട് VB റാംജി ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ്. സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ഒരിക്കലും ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കേരളത്തിലാണെങ്കിൽ പോലും ഒരു ചെറിയ സംസ്ഥാനമായ നമ്മുടെ സംസ്ഥാനത്ത് പോലും പ്രതിവർഷം 2000 കോടി രൂപയിലേറെ അധിക ബാധ്യത വരുന്നതാണ് ഗവൺമെന്റ് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അത് വളരെ ആസൂത്രിതമായി തന്നെ ഈ പദ്ധതിയെ ഇല്ലാതാക്കുക എന്നുള്ള ശ്രമമാണ് BJPയുടെ അജണ്ട. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ ഗവൺമെന്റ് നടത്തുന്നത്. കോൺഗ്രസ് ദേശീയ തലത്തിൽ വളരെ ശക്തമായ സമരപരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിലും കോൺഗ്രസ് KPCCയുടെ ആഹ്വാനപ്രകാരം എല്ലാ ജില്ലകളിലും 1ാം-ഘട്ട സമരം നടന്നു. അതിന്റെ 2ാം-ഘട്ട സമരം നാളെ രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന, നാളെ 13-ാം തീയതി രാവിലെ ആരംഭിച്ച് 14-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയാണ്. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൊഴിലുറപ്പ് സമരം എന്ന് പറയുന്നത് ഞങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഒന്നല്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി അത്ര വലിയൊരു പദ്ധതിയായിട്ട് അവതരിപ്പിച്ചാണ്. ഈ 3ാം-ഘട്ട സമരം ഈ വരുന്ന ജനുവരി 30-ന് മഹാത്മജിയുടെ ഓർമ്മകൾ അയവിറക്കുന്ന ദിവസത്തിൽ വളരെ ശക്തമായ രീതിയിൽ തൊഴിലുറപ്പ് സംരക്ഷണ ദിനമായി രക്തസാക്ഷിത്വ ദിനം അന്ന് ആചരിക്കും. ആ രീതിയിൽ ഘട്ടം ഘട്ടമായി KPCC ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കേന്ദ്ര ഗവൺമെന്റ് നടപടി 2 തലത്തിലാണ് ഞങ്ങൾ കാണുന്നത്. ഒന്ന്, ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം. മറ്റൊന്ന്, മഹാത്മാഗാന്ധിയുടെ പേര് നീക്കുക എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനെതിരെ, ഇന്ദിരാഗാന്ധിക്കെതിരെ ശക്തമായി പാർലമെന്റിലും അതുപോലെ തന്നെ പുറത്തും വളരെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അവരുടെ നടപടികളൊക്കെ വിമർശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ BJP ചെയ്യുന്നുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധിയെ പോലും ഇപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അവരുടെ ഒരു അജണ്ട മഹാത്മാഗാന്ധിയുടെ ഐഡിയോളജിയെ തകർക്കാനുള്ള നീക്കമാണിത്. BJP ഒരു പേര് നീക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമില്ല. മഹാത്മാഗാന്ധി രാജ്യത്തിന് നൽകിയ ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സെക്യുലറിസമാണ്. അപ്പോൾ ആ സെക്യുലറിസം തകർക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ അജണ്ട. അതിലേക്കുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് മഹാത്മജിയുടെ പേര് പോലും നീക്കം ചെയ്യുന്ന ഇത്തരം നിയമനിർമ്മാണങ്ങൾ. അതുകൊണ്ട് അതിനെതിരെ ശക്തമായ സമരം KPCC
കേരളത്തിൽ സംഘടിപ്പിക്കുകയാണ്. അതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും കുറെ കാലമായിട്ടുള്ള ആരോപണം കോൺഗ്രസ് ഒരിക്കലും കേന്ദ്ര സർക്കാരിനെതിരെയും ബിജെപിക്കെതിരെയും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയുള്ള ആരോപണം ശക്തമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഒരു മുന്നിൽ കണ്ടാണോ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് സജീവമായി വരുന്നത്? അതെ, അത്തരം കാര്യത്തിനുള്ള പ്രസക്തി കൊണ്ടു. രാജ്യത്ത് നടക്കുന്ന ജനങ്ങൾ മുഴുവൻ കാണുന്നില്ലേ? കേന്ദ്ര ഗവൺമെന്റിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി ഏതാണ്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടിയുണ്ടോ? അപ്പോൾ കോൺഗ്രസ് അതിന് ശക്തമായ നിലപാട് പാർലമെന്റിൽ എടുക്കുന്നു, നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. ഞങ്ങൾ നിയമസഭയിൽ പോലും ശക്തമായ നിലപാടെടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് വരെ 10 വർഷം പൂർത്തീകരിക്കുകയാണ്. പല കാര്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദി എന്ന പേര് അത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് നിയമസഭാ രേഖകളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അതേ ഒരു കാരണവശാലും നരേന്ദ്രമോദിയെ എതിർക്കുന്ന ഒരു നിലപാടും എടുക്കാറില്ല. കോൺഗ്രസാണ് കേരളത്തിൽ നിയമസഭയ്ക്കകത്തും ഇന്ത്യയിൽ പാർലമെന്റിലും അതിന് പുറത്തുമൊക്കെ നരേന്ദ്രമോദിക്കെതിരെയും ബിജെപി ഗവൺമെന്റിനെതിരെയും ശക്തമായ നിലപാടെടുക്കുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുന്നതാണ്. അത് വലിയ പ്രയാസം ഏത് ഗവൺമെന്റിനും ഉണ്ടാക്കും, ഈ ഗവൺമെന്റിനും ഉണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഇത് കേന്ദ്രം അനുവദിക്കുന്ന പണം ഗ്രാമങ്ങളിലെത്തണം, പഞ്ചായത്തുകളിലെത്തണം. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഒരു പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ 10 കോടി വരെ നമ്മുടെ പഞ്ചായത്തുകൾ ഈ രീതിയിൽ പണം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ആ പണം മുഴുവൻ സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളികളുടെ കൈകളിലേക്ക് നേരിട്ടെത്തുകയാണ്. വലിയ മാറ്റമുണ്ടാക്കുന്ന അവരുടെ ജീവിതത്തിലും നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വലിയ മാറ്റമുണ്ടാക്കുന്നതാണ്.